അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2025 ജൂൺ 29 മുഖ്യമന്ത്രി തറക്കല്ലിട്ട പിണറായി പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ഇന്നാണ്. ഏകദേശം 7 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്, റെക്കോർഡ് വേഗത്തിൽ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാൽ ഏതാണ്ട് ഇതേ സമയം തന്നെ തറക്കല്ലിട്ട കണ്ണൂർ ജില്ലയിലെ തന്നെ മയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഇട്ട കല്ല് മാത്രമായി നിൽക്കുന്നു. മഴയത്ത് ചോർന്നൊലിച്ച് ഓടിളകി തലയിൽ വീണും വിഷപ്പാമ്പ് ഉൾപ്പെടെ കയറുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് മയിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പണി അതിവേഗം പൂർത്തിയാക്കിയപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷന്റെ പണി എങ്ങുമെത്താതെ കിടക്കുകയാണ്. മയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ. ഇതെന്താണ് പിണറായി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 7 മാസം കൊണ്ട് പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ കെട്ടി ഉയർത്താൻ പറ്റുന്നു? മയിൽ പോലീസ് സ്റ്റേഷനെ എന്താ അവഗണിക്കുകയാണോ? ഇതെന്താ, ഞങ്ങൾ തവിട് കൊടുത്ത് വാങ്ങിച്ചവരാണോ മയിലുകാർ? ഡോക്ടറുൻ, ആ ചോദ്യം മയിലുകാർ ചോദിക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷങ്ങൾ മാത്രമല്ല, ഏകദേശം 10 വർഷത്തോളം 10-15 വർഷത്തോളമുള്ള ഒരു ചോദ്യം തന്നെയാണത്. ഏറ്റവും പ്രധാനമായി പുതിയ കെട്ടിടം ഒന്നും ഇവിടെ അനുവദിച്ചിട്ടില്ലെങ്കിലും ഒരു സ്നേക്ക് റെസ്ക്യൂവറുടെ തസ്തിക, അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ തസ്തിക, അതുപോലെ തന്നെ ഒരു ആംബുലൻസ്, ഇത് മൂന്നും ഈ സ്റ്റേഷനെങ്കിലും അനുവദിച്ചു തരാനുള്ള ഒരു സന്മനസ് സർക്കാരിൻ്റെ ഭാഗത്ത് കാണിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരുടെയും ജോലി ചെയ്യുന്ന പോലീസുകാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കാരണം ഇവിടെ നിന്നും വിഷപ്പാമ്പുകൾ ഉൾപ്പെടെ മൂർഖനെ ഉൾപ്പെടെ പിടിച്ച കെട്ടിടമാണ്. മൂർഖനെ പിടിക്കാൻ, അതായത് പൊതുവിൽ ശല്യമുണ്ടാക്കുന്ന നാട്ടുകാരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസുകാർക്ക് കഴിയും. പക്ഷേ ഇതിനകത്ത് മൂർഖനൊക്കെ കയറി വലിയ ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയ ഉദാഹരണം മാത്രം കാണാം. ഈ സ്റ്റേഷൻ്റെ ഈ പറയുന്ന ഓടിട്ട ഭാഗം മുഴുവൻ താർപോളിൻ ഷീറ്റ് കൊണ്ട് കെട്ടി മൂടിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഇതെല്ലാം മഴയത്ത് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന പോലീസുകാർ അവർ പിരിവിട്ടാണ് ഈ താർപോളിൻ ഷീറ്റൊക്കെ വാങ്ങി ഇവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മൂലയ്ക്കുള്ള ദൃശ്യം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങേയറ്റത്ത് ഓടിളകി നിൽക്കുന്ന ആ ഭാഗം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഭാഗത്ത് ഓടിളകി പോലീസുകാരുടെ തലയിലൊക്കെ വീണ് പരിക്കേൽക്കുന്ന അവസ്ഥകൾ പോലും മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ 2010 ഡിസംബർ മാസം 21-ാം തീയതി അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ അനുവദിക്കുകയും ഈ താൽക്കാലിക കെട്ടിടത്തിൽ ഈ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചത് 6 മാസം കൊണ്ട് ഒരു പുതിയ കെട്ടിടം മയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ വർഷം 15 കഴിയുകയാണ്. ആ 15 വർഷത്തിന് ശേഷം ഇങ്ങനെയൊരു കെട്ടിടം പോയിട്ട് അതൊരു സാങ്കല്പികമായി മാത്രം മാറുകയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം 2025 ഓഗസ്റ്റ് മാസത്തിൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ സ്ഥലം കണ്ടെത്തി തറക്കല്ലിടൽ നടന്നു. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള പിണറായി പോലീസ് സ്റ്റേഷനും, അത് ജൂൺ മാസമാണ് തറക്കല്ലിടുന്നത്. ആ തറക്കല്ലിട്ടതിന് ശേഷം ഇപ്പോൾ 7 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ്. എന്നാൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനാണ് ഈ മയ്യിൽ പോലീസ് സ്റ്റേഷൻ. അവിടെ ഇപ്പോഴും ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടം എന്ന് പറയുന്നത് ഇട്ട തറക്കല്ലിൽ മാത്രം ഒതുങ്ങുകയാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കിയാലും ഈ പറയുന്ന ഇവിടെയുള്ള സ്റ്റേഷൻ റൈറ്റർ ആയിക്കോട്ടെ, ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ബാത്റൂം സൗകര്യം പോലും ഇല്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഇതിൻ്റെ ബാത്റൂമിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെ നിറഞ്ഞ് വലിയ ബുദ്ധിമുട്ട് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള വനിതാ പോലീസുകാർക്ക് കൃത്യമായി ഒരു വസ്ത്രം മാറാൻ പോലുമുള്ള സൗകര്യം ഈ പോലീസ് സ്റ്റേഷൻ ഇല്ല എന്നുള്ള പരിമിതിയുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ പറയുന്ന മയിൽ പോലീസ് സ്റ്റേഷനുള്ളത്. അതുകൊണ്ട് പുതിയ കെട്ടിടം അടിയന്തരമായി അനുവദിക്കണമെന്നുള്ള ആവശ്യം അതിശക്തമായി ഉയരുമ്പോഴും ഇനി കെട്ടിടം തന്നില്ലെങ്കിലും ഒരു സ്നേക്ക് റെസ്ക്യൂവറുടെ തസ്തികയെങ്കിലും ഈ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണം. അതുപോലെ തന്നെ ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ, കാരണം റോഡ് വീണ് തലയിൽ ഈ പോലീസുകാർ മുറിവ് പറ്റുകയാണ്, അത് അനുവദിക്കണം. അല്ലെങ്കിൽ ഒരു ആംബുലൻസ് എങ്കിലും, കാരണം തലയിലൊക്കെ മുറിവ് പറ്റി ഉടനടി ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസ് എങ്കിലും അനുവദിക്കണമെന്നുള്ള ആവശ്യം പോലും വളരെ രഹസ്യമായി ചില പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അത്രയും ഗതികെട്ട അവസ്ഥയിൽ തന്നെയാണ് അവരിവിടെ ജോലി ചെയ്യുന്നത്. നാട്ടുകാർ അതിശക്തമായ രീതിയിൽ തന്നെ ഇങ്ങനൊരു ആവശ്യം, കാരണം അവരൊക്കെ പരാതിയുമായി ഇവിടെ എത്തുമ്പോൾ ആ പരാതി പറയാൻ എത്തുന്നവരുടെ തലയിൽ പോലും ഓടിളകി വീഴുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവരൊക്കെ ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആക്ഷൻ ഹീറോ ബിജുവില് അല്ലേ? അതെ. ആ സിനിമാ സീനിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആസ്വദിക്കാം. ഡോക്ടർ ഓക്കെ. അപ്പോൾ അർജുൻ കല്യാട് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്തിനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലും അതേപോലെ മയിലും ഏകദേശം ഒരേ സമയത്ത് കല്ലിടുന്നു, എന്നിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാവുമ്പോൾ അത് പെട്ടെന്ന് 7 മാസം കൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷൻ ഉയർന്നു കഴിഞ്ഞു. അതെന്താ, മയിൽ പോലീസ് സ്റ്റേഷൻ കുറച്ച് വൃത്തിയായിട്ട് ഇരിക്കണ്ടേ?
അങ്ങനെ എന്താണ് അത് സ്വാഭാവികമായിട്ടും ആൾക്കാരെ കുറിച്ച് ആൾക്കാർ പലതും ഒക്കെ പറയും. എന്തിനാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നത്? എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ പണി നടന്നിരുന്നുവെങ്കിൽ അല്ലേ, എന്താണ് അവിടുത്തെ പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും മയിൽ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. അവിടെ ഒന്നുകിൽ നിങ്ങളൊരു സ്റ്റേഷൻ വൃത്തിയായിട്ട് നിർമ്മിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു സ്നേക്ക് റെസ്ക്യൂറേയും ഒരു ഡോക്ടറെ നേഴ്സിനെയും കൂടെ അവിടെ വെക്കുക. അവിടെ വരുന്ന അവിടുത്തെ സംഭവങ്ങൾക്കൊക്കെ പരിഹാരമാവുമല്ലോ. പാവപ്പെട്ട മയിലെ പോലീസുകാരെ പരീക്ഷിക്കരുത്. അപ്പോൾ നാട്ടുകാർ ചോദിക്കും.